നമസ്കാരം. ഞാനിന്ന് 2 വ്യത്യസ്ത വിഭവങ്ങളാണ് നിങ്ങൾക്കായി തയ്യാറാക്കുന്നത്. പച്ച കപ്പ പുട്ടും നാടൻ കോഴിക്കറിയും. നമുക്കിത് വളരെ ഈസിയായി തന്നെ ചെയ്തു നോക്കാം. അതിനായി ഞാനിവിടെ 1/2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. മുളക് പൊടി 2.5 സ്പൂൺ, മല്ലിപ്പൊടി 3 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ, ഇഞ്ചി ചതച്ചത് 1/4 സ്പൂൺ, വെളുത്തുള്ളി ചതച്ചത് 1/4 സ്പൂൺ, പച്ചമുളക് ചതച്ചത് 3 എണ്ണം. ഇനി നമുക്ക് ഇതെല്ലാം വെച്ച് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് മുളക്, മല്ലി, മഞ്ഞൾ ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അതായത് നല്ല ഒരു ബ്രൗൺ കളർ ആവണ വരയ്ക്കും നന്നായി വറുത്തെടുത്ത് അത് മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം. ഞാനിവിടെ ഒരു പാത്രത്തിൽ ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ജിഞ്ചർ, ഗാർലിക്, ചില്ലി പേസ്റ്റ് ആഡ് ചെയ്യാണ്. അതിനുശേഷം അടിച്ചു വെച്ചിരിക്കുന്ന മുളക്, മല്ലി, മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാണ്. ഞാൻ ഈ ചെറിയ മിക്സിയുടെ ജാറിൽ അത് ജസ്റ്റ് ഒന്ന് അടിച്ചു വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യാം. അതിനുശേഷം ഞാനിതിലേക്ക് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എപ്പോഴും നമ്മൾ ചിക്കനോ അല്ലെങ്കിൽ മട്ടനോ ബീഫോ ആയിക്കോട്ടെ മുളകും ഇതൊക്കെ ഇട്ടിട്ട് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി തിരുമ്മി വെക്കണത് ടേസ്റ്റ് കൂട്ടും. അതുകൊണ്ട് ഞാൻ കൈ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്മി വെക്കുകയാണ്. മുളകും മല്ലിയും വറുക്കണ സമയത്ത് അത് കരിയാതെ സിമ്മിലിട്ട് നന്നായിട്ട് ബ്രൗൺ കളർ ആവണ വരെ വറുത്തെടുക്കണം. നല്ലൊരു മൂത്ത മണം വരും. അതുവരെ കൈയെടുക്കാതെ നമ്മൾ വറുത്തെങ്കിൽ മാത്രമേ ഈ നാടൻ കോഴിക്കറിയുടെ പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് ലഭിക്കുകയുള്ളൂ. അങ്ങനെ നിങ്ങൾ നന്നായിട്ടൊന്ന് വറുത്തെടുത്ത് മിക്സിയിൽ ഒന്ന് ജസ്റ്റ് അടിച്ചിട്ട് വേണം ഇതിലേക്ക് തിരുമ്പി വെക്കാനായിട്ട് ആഡ് ചെയ്യാൻ. ചിക്കനിലേക്ക് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 മണിക്കൂർ നേരം നമുക്ക് മാറ്റി വെക്കേണ്ടതുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ചെറിയുള്ളിയും തക്കാളി ഇതെല്ലാം കട്ട് ചെയ്ത് വെക്കാം. ഞാനിതിലേക്ക് ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതായത് 200 ഗ്രാം ചെറിയുള്ളിയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. തക്കാളി അതുപോലെ 2 തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം 1/4 സ്പൂൺ വീതം ചതച്ച് വെക്കാം. അതുപോലെ കറിവേപ്പില ആവശ്യത്തിനും. ഞാൻ മൺചട്ടിയിലാണ് കറി തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനായി ഞാൻ ഗ്യാസുമ്മ മൺചട്ടി വെച്ച് കത്തിച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യാനുസരണം വെളിച്ചെണ്ണ ആഡ് ചെയ്യാണ്. ഞാനിതിലേക്ക് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യണത്. വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ആഡ് ചെയ്യാം. അതിനുശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച ചെറിയുള്ളി ആഡ് ചെയ്യാം. 200 ഗ്രാം ചെറിയുള്ളിയാണ് ഞാൻ അരിഞ്ഞു വെച്ചിരുന്നത്. അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സബോള നല്ല ബ്രൗൺ കളർ ആവണം. അതിനുശേഷം നമുക്കിതിലേക്ക് തക്കാളി ആഡ് ചെയ്യേണ്ടതാണ്. ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച തക്കാളി ആഡ് ചെയ്യാം. എന്നിട്ട് തക്കാളി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തക്കാളി ഇതിലൊന്ന് കിടന്ന് നന്നായിട്ടൊന്ന് കുഴമ്പ് രൂപത്തിൽ ആവണം. എൻ്റെ അമ്മ നല്ല ടേസ്റ്റിൽ ചിക്കൻ കറി വെക്കുമായിരുന്നു. അമ്മ വെച്ച ചിക്കൻ കറി വളരെ ടേസ്റ്റാണ്. പക്ഷെ ഇപ്പം അമ്മയ്ക്ക് വയ്യ, പാവം, അപ്പോൾ ഒന്നും ചെയ്യില്ല. പക്ഷെ അമ്മയുടെ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത്. അതുപോലെ എൻ്റെ എഴുത്തമ്മ അതെ നന്നായിട്ട് നോൺ വെജ് വയ്ക്കും. ഭയങ്കര ടേസ്റ്റാണ് എഴുത്തമ്മ വെച്ച നോൺ വെജൊക്കെ കഴിക്കാനായിട്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം തക്കാളിയൊക്കെ ഉടഞ്ഞ് കറക്റ്റായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മുളകൊക്കെ പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് 1 മിനിറ്റ് അടച്ചു വെക്കേണ്ടതുണ്ട്. 1 മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വെളിച്ചെണ്ണ തെളിഞ്ഞു വരും. അപ്പോൾ ആ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേവിക്കാൻ പറ്റും. അതല്ല നമുക്കിനിയിപ്പോൾ ഇത് ഇത്തിരി
ചാറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അന്നേരം നമുക്കതിന് നോക്കിയതിന് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ആദ്യം തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. ഇത് 1 മിനിറ്റ് നേരം അടച്ചു വെച്ച് തുറന്നു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണയൊക്കെ കിനിഞ്ഞ് ഒരു വെള്ളത്തിൻ്റെ ഒരു ഇത് കാണാൻ സാധിക്കും. ഞാനൊരു കാര്യം പറയാൻ വിട്ടു. ഞാൻ മുളകും മല്ലിയും വറുത്ത സമയത്ത് അതിലേക്ക് സ്വല്പം ഗരം മസാല കൂടെ ചേർത്ത് വറുത്തിരുന്നു. അതായത് ഒരു 1.5 ടീസ്പൂണ് ഗരം മസാലപ്പൊടി വറുത്ത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കണം, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഇനി നമുക്കിത് 1 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം തുറന്ന് നോക്കാം. 1 മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കിയതാണ്. ഇതിൽ കണ്ടു വെള്ളമൊക്കെ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ അതിൽ വെളിച്ചെണ്ണയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇത് ഇനി റോസ്റ്റ് ചെയ്തെടുക്കണവർക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിൽ വെള്ളമൊന്നും ആഡ് ചെയ്യണ്ട. ഇങ്ങനെ തന്നെ ഒരു അരമണിക്കൂർ നേരം മൂടി വെച്ച് വേവിക്കാം. പക്ഷെ ഞാനിതിൽ ഇപ്പോൾ വെള്ളം ഒഴിക്കുന്നുണ്ട്. എനിക്ക് ഇത് പുട്ടിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്, അതുകൊണ്ട് ഇത്തിരി വെള്ളത്തോടെയാണ് വേണ്ടത്. അതുകൊണ്ട് ഞാനിതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ആഡ് ചെയ്യാണ്. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു അരമണിക്കൂർ നേരം അടച്ചു വെച്ച് വേവിക്കേണ്ടതുണ്ട്. അതായത് മീഡിയം തീയിൽ അരമണിക്കൂർ അടച്ചു വെച്ച് വേവിച്ചെങ്കിൽ മാത്രമേ ചിക്കൻ പെർഫെക്റ്റായിട്ട് വെന്ത് നല്ല ടേസ്റ്റ് വരുള്ളൂ. ഇത് വേവുന്ന അരമണിക്കൂർ സമയം കൊണ്ട് നമുക്ക് കപ്പപ്പുട്ട് തയ്യാറാക്കാം. ഞാൻ പച്ച കപ്പ വെച്ചിട്ടാണ് പുട്ടുണ്ടാക്കുന്നത്. അതിൻ്റെ പൊടിയൊന്നുമല്ല. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി ഞാനിവിടെ കപ്പ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് സ്ലൈസ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അത് സ്ലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മുന്നേ കപ്പ കേസരിയിൽ പറഞ്ഞു, അതിൻ്റെ നടുവിലത്തെ പോർഷൻ നാരുള്ളത് കട്ട് ചെയ്ത് കളയണം. അതിനുശേഷം നന്നായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. കപ്പ ഉണക്കി പൊടിച്ച് പൊടിയാക്കി പുട്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പുട്ട് തയ്യാറാക്കാം. വളരെ ടേസ്റ്റാണ് ഈ പുട്ട്. ഞാനിത് ചിരട്ടയിലാണ് ഉണ്ടാക്കുന്നത്. ചിരട്ടയിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നമുക്കിനി ഇതിലേക്ക് നാളികേരം ആവശ്യമുണ്ട്. ഞാനിതിലേക്ക് ഒരു നാളികേരമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അളവിനനുസരിച്ച് അതിൽ മാറ്റം വരുത്താം. അങ്ങനെ എല്ലാം സ്ലൈസ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി പുട്ടുണ്ടാക്കാം. അതിനു മുമ്പ് നമുക്ക് ആ ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. നമുക്ക് ചിക്കൻ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം. നമുക്കിതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. എനിക്ക് ഉപ്പ് ഇത്തിരി കുറവാണ്. ഞാനിതിലേക്ക് സ്വല്പം കൂടെ ഉപ്പിട്ട് ഇളക്കി അതിനുശേഷം വേവാനായിട്ട് കുറച്ചു നേരം കൂടി മൂടി വയ്ക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് വെള്ളം കുറവ് തോന്നുകയാണെങ്കിൽ അതിലേക്ക് ആവശ്യാനുസരണം ചൂടുവെള്ളം ആഡ് ചെയ്യാം. ഇനി നമുക്ക് ചിരട്ട വെച്ച് പുട്ടുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ഞാൻ 2 ചിരട്ട ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ചിരട്ടയുടെ മുകളിൽ കണ്ണുള്ള ഭാഗമാണ് നമുക്ക് ഇതിനായിട്ട് എടുക്കേണ്ടത്. അതിലത്തെ ഒരു വശം നമുക്ക് നന്നായിട്ടൊന്ന് ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. കുക്കറിൻ്റെ വെയിറ്റ് മാറ്റിയതിന് ശേഷം അതിൽ വെച്ചാണ് നമ്മൾ പുട്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹോളിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് നമ്മൾ ഇതിലേക്ക്, അതായത് കുക്കറിൻ്റെ വെയിറ്റ് ഊരി മാറ്റി അതിലേക്ക് കൊള്ളണം അത്രയ്ക്കുള്ള വലിപ്പത്തിന് നമ്മൾ ആക്കി എടുക്കേണ്ടതാണ്. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ചിരട്ടപ്പുട്ട് എന്ന് പറയുന്നത് വളരെ ടേസ്റ്റാണ്. ഞാൻ സാധാരണ വറുത്ത പൊടി കൊണ്ടുള്ള പുട്ടും അതെ ഇതുപോലെ ഇതിൽ വെച്ചിട്ടാണ് തയ്യാറാക്കാറ്. ചെറുതായി ഒന്ന് കത്തി വെച്ച് പ്രസ് ചെയ്താൽ ഇത് ഹോളായി കിട്ടും നമുക്ക്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാനായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കണ കൊള്ളിയിലേക്ക് ഞാൻ സ്വല്പം ഉപ്പ് ആഡ് ചെയ്യണം. ഉപ്പിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അതിന് നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ഞാൻ സ്വല്പം ഉപ്പിടാറുണ്ട്. ഒരു നുള്ളുപ്പ് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ ഇവിടെ പിടിക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഒരു നുള്ളുപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ ഉപ്പിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം. അതിനായിട്ട് ചിരട്ടെടുത്ത് അതിലേക്ക് ആദ്യം സ്വല്പം നാളികേരം ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം സ്ലൈസ് ചെയ്ത് വെച്ച കപ്പ ആഡ് ചെയ്യാം. കപ്പ ഒരിക്കലും പ്രസ് ചെയ്ത് കൊടുക്കരുത്, മെല്ലെ ഉലർത്തിയിടാനേ പാടുള്ളൂ. പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വെന്ത് വരുമ്പോൾ കട്ടയായിട്ടിരിക്കും, ടേസ്റ്റ് ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് മെല്ലെ ഉലർത്തിയിട്ടതിന് ശേഷം അതിൻ്റെ മേലെ നാളികേരം വയ്ക്കാം. ഇനി നമുക്ക് ഒരു കുക്കർ വെച്ചിട്ട് അതിൽ വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് തിളപ്പിക്കണം. അതിലൂടെ ആവി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഓരോ ചിരട്ടകളായിട്ട് വെച്ച് കൊടുക്കാം. ആവി നന്നായിട്ട് വന്നു തുടങ്ങി. ഞാൻ ചിരട്ടയിൽ കപ്പയും
അതുപോലെ തന്നെ നാളികേരം ആഡ് ചെയ്തിട്ടുള്ളത് ഇതിലുമൊക്കെ വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതൊന്ന് ജസ്റ്റ് മൂടി വെക്കണം. ഒരു 5 മിനിറ്റിനുള്ളത് തയ്യാറാവും. ഈ സമയം കൊണ്ട് നമുക്ക് മറ്റേ ചിരട്ടയായിരിക്കും ഇതേപോലെ ഫില്ല് ചെയ്യാം. അത് വെന്തിട്ടെടുക്കുമ്പോൾ നമുക്കിത് അതുമ വെച്ച് വേവിക്കാൻ പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടും. അങ്ങനെ നമ്മുടെ പുട്ട് വെന്ത് നല്ല മണം വരുന്നുണ്ട്. ഞാനിത് എടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്കോ അല്ലെങ്കിൽ ഇലയിലേക്കോ ഇത് കൊട്ടാം. ഇത് കണ്ടു, നല്ല പുട്ടായിട്ടുണ്ട്, നല്ല മണമുണ്ട്, നല്ല ടേസ്റ്റാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും പറ്റും. അതുപോലെ ഇത് ഉണക്കി പൊടിച്ചിട്ടുള്ള പൊടിയൊന്നും വേണ്ട, സ്ലൈസ് ചെയ്തിട്ടുള്ള പൊടി കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. ഇനി നമുക്കിതുപോലെ തന്നെ എല്ലാ പുട്ടും തയ്യാറാക്കിയെടുക്കാം. അതിനു മുമ്പ് നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് ഇളക്കി നോക്കാം. ചിക്കൻ അങ്ങനെ വെന്ത് പാകമായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു 1/4 സ്പൂണ് ഗരം മസാല കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി ഗ്യാസ് ഓഫ് ചെയ്ത് 1 സെക്കൻഡ് നേരം അടച്ചു വയ്ക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ്. നമുക്കിനി എല്ലാ പുട്ടുകളും പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അങ്ങനെ എല്ലാ പുട്ടും ഇവിടെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി തീർന്നിട്ടുണ്ട്. ചിക്കനും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പ പുട്ടും നാടൻ ചിക്കൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ വളരെ എളുപ്പമാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ID യിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.